ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഗുരുദേവ നാമത്തിൽ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. തീർത്ഥാടന പാഥേയം ഭാഗം 2. ദ്വന്ദ്വ നിർമുക്തിയാണ് നാശരഹിതമായ ആനന്ദത്തിലേക്കുള്ള ഏക വഴി. എല്ലാം ഒന്നിൽ അലിഞ്ഞു ചേരുമ്പോഴേ പക്ഷങ്ങൾ ഇല്ലാതാകും, അഥവാ പക്ഷങ്ങൾ ഇല്ലാതായേ അലിവ് പൂർണ്ണമാകും. അതിനാൽ ജാതി മത കക്ഷി വർഗാദി ഭേദങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്ന അവിനാശിയായ അറിവിന്റെ പർവ്വതത്തിലേക്കാണ് മനുഷ്യരായ നാം ഒന്നടങ്കം പോകേണ്ടത്. ജഡം എന്നൊരു വസ്തു പ്രപഞ്ചത്തിൽ ഇല്ല. മണ്ണിൽ ജീവനില്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ഒന്നിലും ജീവൻ ഉണ്ടാവില്ല. അതിനാൽ പ്രപഞ്ചം മുഴുക്കെ സജീവമാണ്. മൊത്തമായ ആ ജീവനാണ് ഈശ്വരൻ. അതിൻ്റെ പ്രഭാവമാണ് നമ്മിലുള്ള ജീവൻ. ആ ജീവന് അതിൻ്റെ തന്നെ ഇതരാംശങ്ങളുമായി സഹോദര ബന്ധമാണുള്ളത്. എല്ലാ ജീവനും ഒന്ന് തന്നെയാണ്. ഈ അറിവ് അനുഭവമാക്കാനുള്ള പ്രയാണമാണ് തീർത്ഥാടനമായി ഗുരുദേവൻ കണ്ടത്. ഞാൻ ആദ്യമായി എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരെയും ഞാൻ തന്നെയായി കാണുന്നു. പിന്നെ എൻ്റെ ചുറ്റുവട്ടത്തെ ആളുകളെ, അങ്ങനെ മനുഷ്യ സമുദായത്തെ മുഴുവൻ, അതോടൊപ്പം ജന്തുജാലങ്ങളെയും പിന്നെ സസ്യലതാദികളെയും അചരങ്ങളെയും ഞാൻ തന്നെയായി കാണുന്നു. പ്രപഞ്ചം മുഴുക്കെ ഞാനായി കാണപ്പെടുന്ന സ്ഥിതിയാണ് ആത്യന്തിക ലക്ഷ്യം. അതിന് കുറേയേറെ ആഴണം, താഴണം, പണിയണം. വഴിയേറെയുണ്ട് പോകാൻ. ദൗർഭാഗ്യം എന്ന് പറയാം. കാലം പോകെ പക്ഷഭേദങ്ങൾ പെരുകിയാണ് വരുന്നത്. ജാതി മതാദികൾക്ക് പുറമെ കക്ഷി രാഷ്ട്രീയ പിളർപ്പുകളും കച്ചവട താല്പര്യ വ്യത്യാസങ്ങളും തൊഴിലിലെ തരംതിരിവുകളും അതിരുകളായി മാനസികമായ സ്ഥലകാലങ്ങളെ ഏറെ വിഭജിക്കുന്നു. ഒരു പക്ഷം ചെയ്യുന്ന ഒന്നും മറ്റൊരു പക്ഷത്തിനും ശരിയല്ല. ലോകത്തിനകത്ത് അനേകായിരം ലോകങ്ങൾ പിറന്നിരിക്കുന്നു. ഈ ഓരോ ലോകത്തും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നതാണ് നീതിബോധത്തിൻ്റെയും നീതി നിർവഹണത്തിൻ്റെയും അടിസ്ഥാനം. പക്ഷം ചേരാത്തവന് രക്ഷയില്ല എന്ന അവസ്ഥയും വന്നിരിക്കുന്നു. മഹാഭൂരിപക്ഷവും പക്ഷം ചേരാത്തവരാണ് എന്ന സത്യം നിലനിൽക്കെയാണ് ഇത്. ഈ വൻപക്ഷത്തിന്റെ ഇച്ഛാശക്തി പക്ഷേ നിർണായകമാകുന്നില്ല. അതിനാൽ ജനായത്വം പോലും ഫലപ്രദമാകാതെ പോകുന്നു. ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും വണ്ടി നിലകൊള്ളുന്നു. എന്നോ ഭരിക്കുന്നു എന്നോ പറയാനോ കരുതാനോ ആരുമില്ല. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ പോലും ഈ മൂല്യച്യുതിയിൽ നിന്ന് മുക്തരല്ല എന്ന് പറയേണ്ടി വരുമ്പോൾ അവസാനത്തെ പ്രതീക്ഷയും അപകടത്തിലാണ് എന്ന് തന്നെ അർത്ഥമാക്കിക്കൊള്ളുക. അവരിൽ പലരും ജാതികളുടെയും മതങ്ങളുടെയും നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽപ്പുറപ്പിച്ചിരിക്കുന്നത് കാണുക. അതും പോരെങ്കിൽ കക്ഷി രാഷ്ട്രീയ തിരിവുകളിൽ ചേരുകയും സമഗ്രമായ കാഴ്ചപ്പാടിന് ഘടകവിരുദ്ധമായി ശബ്ദിക്കുകയും ചെയ്യുന്നു. നേരായ അറിവിന്റെ പർവ്വതത്തിലേക്കല്ല ഘോഷയാത്ര. ഈ നിരീക്ഷണം ആരെയും കുറ്റപ്പെടുത്താനല്ല. ഏത് നല്ല ആശയത്തിനും കാലാന്തരത്തിൽ വന്നു ചേരുന്ന അപജയം സമാനമാണ്. ആശയം ഒരു പ്രഭാതം പോലെ പൊട്ടിവിരിഞ്ഞ് പുതുവെളിച്ചത്തിന്റെ തെളിവോടെയും അപ്രതിരോധ്യമായും പ്രസരിക്കുമ്പോൾ അത് നാടുനീളെ പെട്ടെന്ന് വ്യാപിക്കുന്നു. തുടർന്ന് അതൊരു സംഘടനയാകുമ്പോൾ അതിന് അകവും പുറവും ഉണ്ടാകുന്നു. അവിടെ ഒരു വിഭജനം ജനിക്കുന്നു. സംഘടനയ്ക്ക് താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവ സംരക്ഷിക്കുന്നതിന് ആശയത്തിൽ നീക്കുപോക്കുകൾ ചെയ്യപ്പെടുന്നു. ക്രമേണ ആശയം അലക്കു പോലെ തേഞ്ഞു പോകുന്നു. ഈ സംഘടന അധികാരത്തിൽ എത്തുമ്പോഴോ അധികാരത്തിൽ അന്യത പങ്കുപറ്റുമ്പോഴോ ആശയത്തിന്റെ കാര്യത്തിൽ പ്രായോഗിക പരിഗണനകളുടെ പേരിൽ കൂടുതൽ നീക്കുപോക്കുകൾ ആവശ്യമായി വരുന്നു. അതോടെ ആ മൗലിക ആശയത്തിന്റെ നിഴൽ പോലും ശേഷിക്കാതെ ആകുന്നു. ദിശാവൈരുദ്ധ്യം വരെ വരുന്നു. മനുഷ്യമോചനത്തിനുള്ള വഴികളെല്ലാം എന്തുകൊണ്ട് കാലാന്തരത്തിൽ ദിശ മാറി നരകത്തിലേക്ക് നയിക്കുന്നു എന്ന ആലോചന തുടങ്ങാനുള്ള സമയം അതിക്രമിച്ചില്ലേ? ഗുരുദേവ ദർശനം എന്ന അമൃതം സാധാരണക്കാരുടെ അകത്തെത്തിക്കാനുള്ള അഭ്യാസമായി തീർത്ഥാടന പ്രസ്ഥാനത്തെ ഉയർത്തേണ്ടേ? അതിനായി എന്തു ചെയ്യാം എന്ന ചോദ്യത്തിനുള്ള ഒരു നല്ല ഉത്തരം കൂടിയാണ് ഈ കൃതി. എളുപ്പവഴി വീണ്ടും വിചാരം തന്നെ. അതാണിവിടെ ചുവടുറപ്പിനായി ഈ ഗ്രന്ഥകാരൻ നൽകുന്ന പാഥേയം. വഴിയിൽ ആർക്കും ഒരു ക്ഷീണവും വരാതെ കാക്കാൻ ഇതിനു കഴിയും. കാരണം
ഗുരുദേവന്റെ മഹാമനസ്സ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കൃതികളിലും നിറഞ്ഞു കിടക്കുന്നു. അത് കണ്ടെടുക്കാൻ തുനിഞ്ഞിറങ്ങി വിജയിച്ച് അതിനെ കയ്യിലൊതുങ്ങുന്ന പൊതിച്ചോറാക്കിയിരിക്കുകയാണ് ഈ അവ്യയാനന്ദജി. ഗുരുദേവ ദർശനം സമഷ്ടിയുടെ മോക്ഷമാർഗമായി തീരാൻ ഇത്തരം കൃതികൾ ഭാരതത്തിലെ ഇതര ഭാഷകളിലും ഇംഗ്ലീഷിലും പരിഭാഷപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് നികുതി കൊടുക്കേണ്ടതില്ലാത്തതിനാൽ എല്ലാവർക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സുമനസ്സുകളെല്ലാം പങ്കുചേരും എന്ന് തന്നെ വിശ്വസിക്കുക കൂടി ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഭാഗം അടുത്ത ദിവസം.